ഇപ്പോൾ എല്ലാം ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്തു. പേഷ്യന്റിന് മാഡത്തിന് അറിയാം, എല്ലാ റിപ്പോർട്ട്സ് കണ്ടിട്ട് സംഭവം ക്യാൻസർ ആണ്. സ്റ്റേജ് 2 ആവാം, സ്റ്റേജ് 3 ആവാം. ഇത് പേഷ്യന്റ് അടുത്ത് പറയാൻ ഡെഫിനറ്റ്ലി ഡോക്ടറിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. അത് മാഡത്തിന്റെ ഒരു അപ്രോച്ച് ഇങ്ങനെയാണ്, ആൻഡ് ഇങ്ങനെയായിരിക്കും ആ പേഷ്യന്റ് ഒന്ന് കംഫർട്ടബിൾ ആക്കുക. സോ ബ്രേക്കിംഗ് ദ ബാഡ് ന്യൂസ് അത് ഡെഫിനറ്റ്ലി ചലഞ്ചിങ് ആണ്. ലൈക്ക് മെനി വാക്ക് ഇൻ പേഷ്യൻസ് വരും. ലൈക്ക് അവർക്ക് ചെറിയൊരു ബ്രസ്റ്റിൽ തടിപ്പുണ്ട്, അവർക്ക് അങ്ങനെ ഒരു ചിന്തയേ ഉണ്ടാവില്ല, വെറുതെ ഒന്ന് കാണിക്കാൻ വന്നു എന്നുള്ളതായിരിക്കും. പക്ഷെ ഫസ്റ്റ് നമ്മൾ എക്സാമിൻ ചെയ്യുമ്പോൾ തന്നെ സം കേസസ് വി ഗെറ്റ് 90% ഡയഗ്നോസിസ്. ലൈക്ക് നമുക്ക് ക്ലിനിക്കലി കണ്ടാൽ തന്നെ മനസ്സിലാവും ദിസ് ഇസ് ക്യാൻസർ. ബട്ട് പെട്ടെന്ന് ഒരു പേഷ്യന്റ് വന്നിട്ട് അവർക്ക് ക്യാൻസർ ആണ് എന്നുള്ളത് നമ്മൾ പറയുമ്പോൾ ഇറ്റ്സ് വെരി ഇമോഷണലി ചലഞ്ചിങ് ഫോർ ദ പേഷ്യന്റ് ആൻഡ് ദർ ആർ എ ലോട്ട് ഓഫ് ആസ്പെക്ട്സ്. സോ ഡെഫിനറ്റ്ലി ഐ വിൽ സേ ദാറ്റ് ഇറ്റ് ഈസ് എ സസ്പീഷ്യസ് ലംപ്. നമുക്ക് തുടർന്നുള്ള ടെസ്റ്റുകൾ എന്തായാലും വേണം. ലൈക്ക് ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് പേഷ്യന്റ് ഇഫ് ഷീ തിങ്സ് ഇറ്റ് ഇസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്, ദാറ്റ് ഇസ് ഓൾസോ ഡിഫിക്കൽട്ട്. സോ യു ഷുഡ് ടെൽ ദെം ദാറ്റ് ഒരു ലംപ് ഉണ്ട്, ഒരു തടിപ്പുണ്ട്, അതിൽ ഒരു സസ്പിഷൻ ഉണ്ട്, നമുക്ക് തുടർന്നുള്ള ടെസ്റ്റുകൾ ചെയ്യണം, സ്കാനിങ് വേണം, ബയോപ്സി വേണ്ടി വരും എന്നുള്ളത് നമ്മൾ പ്രൈം എന്തായാലും ചെയ്യണം. ബട്ട് ഡെഫിനറ്റ്ലി ദ breaking the news that the patient has cancer should always be only after your pathological diagnosis. അതായത് ബയോപ്സി ചെയ്ത് കൺഫേം ആയതിനു ശേഷമാണ് you should tell the patient, because there are very rarely but there can be some mimickers like inflammatory diseases, granulomatous mastitis. അങ്ങനെ വളരെ റെയർ ആയിട്ട് കുറച്ച് കേസസ് വരാറുണ്ട് വേറെ ബയോപ്സി ചെയ്താൽ ചിലപ്പോൾ അത് ക്യാൻസർ ആവില്ല. അപ്പൊ അങ്ങനെ ഒരു പേഷ്യന്റ് നമ്മൾ ഫസ്റ്റ് വിസിറ്റിൽ തന്നെ ഒരു ആൻസൈറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല. സോ ബ്രേക്കിംഗ് ദ ബാഡ് ന്യൂസ് ഇസ് ഡെഫിനറ്റ്ലി ആഫ്റ്റർ ദ ബയോപ്സി. ബട്ട് അങ്ങനൊരു ചില എനിക്ക് വന്നിട്ടുള്ള സിനാരിയോസ് ആണ്, ലൈക്ക് ബൈസ്റ്റാൻഡർ പറയും അവരോട് പറയരുത് ക്യാൻസർ ആണെന്നുള്ളത്, ടെൻഷൻ ആവും എന്നുള്ളത്. ബട്ട് ഇൻ മൈ അപ്രോച്ച്, ലൈക്ക് ദ പേഷ്യന്റ് ഹാസ് ദ റൈറ്റ് ടു നോ അവർക്ക് എന്താണ് അസുഖം, എന്താണ് നമ്മൾ ട്രീറ്റ്മെന്റ് ഓഫർ ചെയ്യുന്നത്, എന്താണ് പ്ലാൻസ് എന്നുള്ളത് അറിയാനുള്ളൊരു റൈറ്റ് ഉണ്ട്. ബട്ട് ഇഫ് ദേ വോണ്ട് ഇറ്റ് ഫ്രം ദെയർ സൈഡ്, അവർ പിന്നീട് പോയി സംസാരിച്ചിട്ട് പറയാം, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഐ ആം ഓപ്പൺ ടു ഓൾ അപ്രോച്ചസ്. ബട്ട് ഇൻ ഓൾ മോസ്റ്റ് ഓഫ് ദ കേസസ് ലൈക്ക് ഐ ടെൽ ദ പേഷ്യന്റ് ലൈക്ക് യു ഹാവ് എ ഡയഗ്നോസിസ്. നമ്മൾ ഈ ഫസ്റ്റ് വിസിറ്റിൽ തന്നെ വി പ്രൈം ദ പേഷ്യന്റ് ലൈക്ക് ദർ ഇസ് എ പോസിബിലിറ്റി ഓഫ് ദിസ്. But you should give confidence. Like breast cancer is a disease where you have very good treatment. ബ്രസ്റ്റ് ക്യാൻസർ ഏതൊരു സ്റ്റേജിൽ ഡയഗ്നോസ് ചെയ്താലും നമുക്ക് ഒരുപാട് നല്ല ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ഉണ്ട്. യു ഹാവ് എ പോസിബിലിറ്റി ഓഫ് കംപ്ലീറ്റ് ക്യൂർ ആൻഡ് സോ യു ഷുഡ് give confidence to the patient, like you have so many options. The patient should have hope that she has come to someone for treatment and she will be cured. So it is a mixed approach. Like you should break the bad news, you should tell the patient about the cancer ആണെന്നുള്ളത് പറയാന്നുള്ളത് ഡെഫിനറ്റ്ലി ഇമ്പോർട്ടന്റ് ആണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം യു ഷുഡ് ഗിവ് സപ്പോർട്ട് ടു ദ പേഷ്യന്റ്. നമ്മൾ കൂടെ ഉണ്ട്. ഇങ്ങനൊരു ഡയഗ്നോസിസ് വന്നു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് നോട്ട് ദ എൻഡ് ഓഫ് ദ വേൾഡ്. ലൈക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഒരു പ്രതിസന്ധി ഘട്ടമാണ്, ബട്ട് അതിനെ തരണം ചെയ്യാൻ നമ്മൾ എല്ലാവരും കൂടെ ഉണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് ഇറ്റ് ക്യാൻ എഫക്ട് ദം സൈക്കോളജിക്കലി. ഒരുപാട് ഇമോഷണൽ ആയിട്ട് എഫക്റ്റഡ് ആവാം, ഫാമിലിയൽ ആയിട്ട് എഫക്റ്റഡ് ആവാം. ദർ ക്യാൻ ബി എ സ്റ്റിഗ്മ, ഒരു ക്യാൻസർ ഉള്ള ഒരു ലേഡിയാണ്, പിന്നെ അതിനുള്ള തുടർ ചികിത്സകൾ വരുമ്പോൾ അവർക്ക് വരുന്ന പ്രോബ്ലംസ്, അങ്ങനെ ഒരുപാട് ഡൗട്ട്സ് വരാം അവർക്ക്. അപ്പോൾ സോ മൈ അപ്രോച്ച് ഇസ് ബേസിക്കലി യു ഷുഡ് ടെൽ ദം ക്ലിയർലി ദിസ് ഇസ് യുവർ ഡയഗ്നോസിസ്, ഇതാണ് സ്റ്റേജ്, ഇങ്ങനെയൊക്കെയാണ് ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ഉള്ളത്. ആൻഡ് ഗിവ് ദം ഹോപ്പ് ദാറ്റ് at whatever stage they are, there is hope.